എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കറണ്ട് അഫയേഴ്സിലെ ട്രെൻഡിങ് ടോപ്പിക് ആണ് നോക്കാൻ പോകുന്നത്. എന്താണ് ട്രെൻഡിങ് ടോപ്പിക് എന്ന് പറയുന്നത്? ട്രെൻഡിങ് ടോപ്പിക് എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യവും അതെന്താണ് ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യം PSC ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യെസ്, അത് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പൊ നമ്മള് മുൻവർഷ ചോദ്യങ്ങളൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട്. ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഫ്രീക്വന്റ് ആയിട്ട് PSC എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതും വളരെ കോർ ആയിട്ടുള്ള, ഇപ്പൊ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എടുത്തു പറയുകയാണെങ്കിൽ ISROയുടെ മിഷൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? എപ്പോഴും ചോദിക്കുന്നതാണ്. ISROയുടെ പുതിയ മിഷനുകളൊക്കെ വന്നിട്ടുണ്ടോ? PSCക്ക് അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ റീസെന്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ സെക്രട്ടറി ടെസ്റ്റിന്റെ മെയിൻസ് പരീക്ഷ, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടു കാണും. അതിൽ പോലും ISROയുടെ സ്പേസ് ഡോക്കിംഗ് മിഷൻ ആയിട്ടുള്ള സ്പാഡക്സ് ദൗത്യത്തെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പരീക്ഷ ഏതുമാകട്ടെ, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു ട്രെൻഡിങ് ടോപ്പിക് ആണ്. ഒരു ട്രെൻഡിങ് എപ്പോഴും അതിന് എന്ത് മാറത്തില്ല, അത് ഔട്ട്ഡേറ്റഡ് ആവത്തില്ല. പുതിയ പുതിയ സാധനങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുമ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ ഉദ്ദേശം ഈ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക് നമുക്കൊന്ന് എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള ചില ഭാഗങ്ങൾ നമുക്ക് പഠിച്ചെടുക്കണം. ഇപ്പൊ 2025 സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ചില അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അതായത് പുതിയ കാര്യങ്ങൾ ആഡ് ആയിട്ടുണ്ട്, പുതിയ മിഷൻ നമ്മുടെ ISROയുടെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? പഠിച്ചെടുക്കേണ്ടതുണ്ട് അല്ലെ? എന്തായാലും നമുക്ക് അത് ഒരു മാർക്കുള്ള സാധനമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിലേക്ക് പോകാം. ശ്രദ്ധിച്ചു കേൾക്കുക. ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ്സിൽ നിങ്ങളുടെ അറ്റൻഷൻ വേണം. ഓരോ ടോപ്പിക് പറയുമ്പോഴും എന്ത് ചെയ്യുക? അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, ശരി. ആദ്യം ഞാൻ പറഞ്ഞു ഇതൊരു ട്രെൻഡിങ് ടോപ്പിക് ആണ്. ചോദ്യങ്ങൾ വരാറുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മാത്രം കേട്ടാൽ പോലെ അല്ലെ? ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളെ എന്ത് ചെയ്യണം? അത് പ്രൂഫ് നിങ്ങൾക്ക് അതിനുള്ള പ്രൂഫ് തരണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ആ ഒരു ഭാഗത്തിനായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: DRDO കണ്ടക്ടഡ് ട്രയൽ ഓഫ് ലോങ് റേഞ്ച് ബോംബ് ഗൗരവ്. ഓക്കെ, അപ്പൊ ഗൗരവ് എന്ന് പറയുന്ന ഒരു ബോംബിനെ കുറിച്ചാണ് ചോദ്യം. നമ്മുടെ ഈ പറയുന്ന പ്രൂഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗൗരവ് എന്ന് പറയുന്ന ഒരു ബോംബിനെ കുറിച്ചാണ്. അപ്പൊ ഈ ബോംബ് ഏപ്രിൽ 25, 2025 ഏപ്രിലാണ് എന്ത് ചെയ്തത്? DRDOന്റെ ട്രയൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എന്താണ് ഗൗരവ് എന്നാണ് ചോദ്യം. അപ്പൊ ഗൗരവ് എന്ന് പറയുന്നത് ഒരു ബോംബാണ് അല്ലെ? അപ്പൊ പല ടൈപ്പ് ഓഫ് ബോംബുകളാണ് താഴെ നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത്. സോ എന്താണ് ഗൗരവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു 1000 kg, അപ്രോക്സിമേറ്റ്ലി 1000 kg വരുന്ന 1000 kg ക്ലാസ് ഗ്ലൈഡ് ബോംബാണ്. 1000 kg ക്ലാസ് ഗ്ലൈഡ് ബോംബാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഗൗരവ് എന്ന് പറയുന്നത്. സോ 2025 ഏപ്രിലിൽ വിജയകരമായി പരീക്ഷണം പൂർത്തിയാക്കിയ DRDO വികസിപ്പിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബ്, അതാണ് ഇവിടെ നമുക്ക് പരീക്ഷയിൽ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ലോങ് റേഞ്ച് ബോംബാണ്, ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബാണ് എന്തെന്ന് പറയുന്നത്? ഗൗരവ് എന്ന് പറയുന്നത്. ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബാണ് എന്താ? ഗൗരവ്. ഓക്കെ, അപ്പൊ ഗൗരവ് നമ്മള് വിജയകരമായിട്ട് പരീക്ഷിച്ചത് എവിടെ നിന്നാണ്? ഒഡീഷയിലെ ചാന്ദിപ്പൂരിൽ സുഖോയ് വിമാനത്തിൽ നിന്നാണ് നമ്മൾ പരീക്ഷിച്ചത്. ഈ ബോംബ് ഏതെങ്കിലുമൊക്കെ വിമാനത്തിൽ നിന്ന് താഴ്ത്തിടണമല്ലോ. അപ്പൊ സുഖോയ് വിമാനത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഗൗരവ് എന്ന് പറയുന്ന ബോംബിന്റെ പരീക്ഷണം നടത്തിയത്. ഓക്കെ, നെക്സ്റ്റ് നമ്മള് CRISPR-Cas9 എന്നും ജീൻ എഡിറ്റിംഗ് എന്നും ഒരുപാട് കേട്ടിട്ടുള്ള ആളുകളാണ് അല്ലെ? അതായത് നമുക്ക് ഇപ്പോ നമ്മുടെ ആരോഗ്യ മേഖലയിൽ, പ്രത്യേകിച്ച് ക്യാൻസർ ചികിത്സ മുതൽ അഗ്രികൾച്ചർ ഫീൽഡിൽ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ CRISPR-Cas9 അഥവാ ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇത് അഗ്രികൾച്ചറിൽ, നമ്മുടെ കൃഷിയിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഉണ്ട്. ICAR. അപ്പൊ ഇവര് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജീൻ എഡിറ്റ് ചെയ്ത് 2 നെല്ലിനങ്ങൾ എന്ത് ചെയ്തു? പുറത്തിറക്കി. ജീൻ എഡിറ്റിംഗ് നടത്തി. അപ്പൊ ജീൻ എഡിറ്റിംഗ് നടത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കസ്റ്റമൈസ് ഒക്കെ ചെയ്യത്തില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഫുഡും അതുപോലെ നമ്മുടെ ഡ്രസ്സും ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അല്ലെ? നമ്മുടെ ഇഷ്ടത്തിന് എന്തൊക്കെ വേണം വേണ്ട എന്നുള്ള രീതിയിൽ. സോ അത്തരത്തില് ജീൻ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയ 2 നെല്ലിനങ്ങളാണ് കമല റൈസും പൂസ റൈസും എന്ന് പറയുന്നത്. കമല റൈസിന് DRR 100 എന്നും പൂസ റൈസിന് DST 1 എന്നുമാണ് പറയുന്നത്.
സാംബ മെഹസൂരി അതുപോലെ തന്നെ MTU-100 ഇങ്ങനെ രണ്ട് നെല്ലിനങ്ങളുണ്ട്. സാംബ മെഹസൂരി അതുപോലെ തന്നെ MTU-100. ഈ രണ്ട് നെല്ലിനങ്ങളിൽ നിന്നാണ്, ആ രണ്ട് നെല്ലിനങ്ങളിലൊക്കെ ജീൻ എഡിറ്റിംഗ് നടത്തിയാണ് കമല, പൂസ എന്നീ പറയുന്ന രണ്ട് ജീൻ എഡിറ്റ് ചെയ്ത നെല്ലിനങ്ങൾ നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. സോ അവർ ഇതിനു വേണ്ടി ഉപയോഗിച്ചത് CRISPR-Cas9 ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ അയൽക്കാരാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്, അല്ലെ. ഇപ്പൊ 2025 മെയ്യില് പാകിസ്ഥാൻ പരീക്ഷിച്ച ഒരു ഉപരിതല ബാലിസ്റ്റിക് മിസൈലാണ് അബ്ദാലി എന്ന് പറയുന്നത് കേട്ടോ. അബ്ദാലി എന്ന് പറയുന്നത് ആര് പരീക്ഷിച്ചാണ്? നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ പാകിസ്ഥാൻ പരീക്ഷിച്ച മിസൈലാണ് അബ്ദാലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, ഇത് നോക്കി വെക്കണം. കാരണം നമുക്ക് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഫീൽഡിൽ ഇത് ചോദിക്കാറുണ്ട്. പബ്ലിക് ഹെൽത്ത് എന്ന് പറയുമ്പോൾ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന മേഖലയില് വാക്സിനുകൾ ചോദിക്കാറുണ്ട്. ഡിസീസും അതുപോലെ തന്നെ വാക്സിനുകളും ചോദിക്കാറുണ്ട്. ഡിസീസ്, പുതിയ ഡിസീസുകൾ, പ്രാദേശിക രോഗങ്ങളും അതുപോലെ തന്നെ ലോകത്തെമ്പാടും ഒക്കെ പൊട്ടിപ്പുറപ്പെടുന്ന രോഗങ്ങളെ കുറിച്ച് PSC എന്ത് ചെയ്യാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാറുണ്ട്, അല്ലെ. ഇപ്പൊ നിപ്പയെ കുറിച്ചായിരുന്നാലും അതുപോലെ തന്നെ എബോളയെ കുറിച്ചായിരുന്നാലും മങ്കി പോക്സിനെ കുറിച്ചായിരുന്നാലും COVID-19 കുറിച്ചായിരുന്നാലും അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, PSC എടുത്തെടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അതിന്റെ വാക്സിനുകളെ കുറിച്ചും ചോദ്യം വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഡെങ്കിപ്പനിക്കെതിരായിട്ട് നിലവിൽ വരുന്ന 2026 ഡെങ്കിപ്പനിക്കെതിരായിട്ട് നിലവിൽ വരുന്ന വാക്സിന്റെ പേരാണ് ഡെങ്ക എന്ന് പറയുന്നത്. ഡെങ്ക. ഇതിന് മറ്റൊരു പേരുണ്ട്, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ടാക് 003 എന്ന് പറയുന്നത്. കാരണം 2024 ലോകാരോഗ്യ സംഘടനയുടെ അനുമതി ലഭിച്ച വാക്സിൻ എന്ന് പറഞ്ഞ് നമ്മൾ ടാക് 003യെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പൊ ടാക് 003യുടെ മറ്റൊരു പേര്, അല്ലെങ്കിൽ അത് ഇന്ത്യയിൽ നിലവിൽ വരുന്ന പേരാണ് ഡെങ്ക എന്ന് പറയുന്നത്. അപ്പോ ജാപ്പനീസ് മരുന്ന് നിർമ്മാണ കമ്പനിയുടെ ടക്കേഡ എന്നാണ് അവരുടെ ജാപ്പനീസ് മരുന്ന് നിർമ്മാണ കമ്പനിയുടെ പേര്. അപ്പൊ ഈ ടക്കേഡയും അതുപോലെ തന്നെ ഇന്ത്യയിൽ ബയോളജിക്കലി എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ബയോളജിക്കലി ഇപ്പോ ഹൈദരാബാദ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ബയോളജിക്കൽ ഇയും സംയുക്തമായിട്ട് ചേർന്നാണ് ഈ വാക്സിൻ, അതായത് ഡെങ്ക എന്ന് പറയുന്ന വാക്സിൻ എന്ത് ചെയ്തിരിക്കുന്നത്, വികസിപ്പിച്ചിരിക്കുന്നത്. സോ ഓർത്ത് വെക്കേണ്ട കാര്യം ഇത്രയാണ്. 2026 ഇന്ത്യയിൽ നിലവിൽ വരുന്ന ഡെങ്കി വാക്സിൻ ആണ് ഡെങ്ക എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞു, ഡെങ്കയുടെ മുന്നത്തെ പേരെന്ന് പറയുന്ന ടാക് 003 എന്ന പേരായിരുന്നു. ഇനി നമ്മുടെ ഈ പറയുന്ന ഡെങ്കിപ്പനിക്കെതിരായിട്ട് നമ്മുടെ ഭാരത് ബയോടെക്. അപ്പൊ ഈ ഭാരത് ബയോടെക് ആണ് നമ്മുടെ എന്ത് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്, നമ്മുടെ കോവാക്സിനൊക്കെ COVID-19 ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച കോവാക്സിൻ വികസിപ്പിച്ചത് ഭാരത് ബയോടെക് ആണ്. സോ ഭാരത് ബയോടെക് ഡെങ്കി ഓൾ എന്ന പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡെങ്കിപ്പനിക്കെതിരായിട്ടുള്ള വാക്സിൻ വികസിപ്പിക്കുന്നുണ്ട്. ഡെങ്കിപ്പനിക്കെതിരായിട്ടുള്ള വാക്സിൻ ഭാരത് ബയോടെക് വികസിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുന്നതാണ്. ഇത് ജാപ്പനീസ് മരുന്ന് നിർമ്മാണ കമ്പനിയുടെ കൂടി സഹായത്തോടു കൂടിയാണ് ബയോളജിക്ക് ഡെങ്ക എന്ത് ചെയ്യുന്നത്, വികസിപ്പിച്ച് കൊണ്ടുവരുന്നത്. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, പൂർണ്ണമായും ലോകത്തിൽ ആദ്യമായിട്ട് പൂർണ്ണമായിട്ടും AI സാങ്കേതിക വിദ്യയിലൂടെ, AI സാങ്കേതിക വിദ്യ വെച്ച് നമുക്കിപ്പോ എന്തെല്ലാം സൗകര്യങ്ങളാണുള്ളത്, അല്ലെ. അപ്പൊ AI സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ സിനിമയാണ് ലവ് യു എന്ന് പറയുന്ന കന്നഡ സിനിമ കേട്ടോ. കന്നഡ സിനിമയാണ് ലവ് യു എന്ന് പറയുന്നത്. ഇത് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ക്ഷേത്ര പൂജാരി ആയിട്ടുള്ള നരസിംഹമൂർത്തിയാണ് 95 മിനിറ്റുള്ള ഈ ഒരു പ്രണയ കഥ സിനിമയാക്കിയിരിക്കുന്നത്. ഇതിന്റെ ചെലവെന്ന് പറയുന്നത് വെറും 10 ലക്ഷം രൂപയാണ് കേട്ടോ. വെറും 10 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ നമുക്കത് വലുതാണ്. പക്ഷെ സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് ചെറിയ എമൗണ്ട് ആണ്, അല്ലെ. കാരണം എന്താണ്, സിനിമ എന്ന് പറയുമ്പോൾ കോടികളെ മുടക്കിയാണ് ഇപ്പോഴത്തെ സിനിമകൾ നടക്കുന്നത്. അതിലൊരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു സിനിമ നിർമ്മിക്കുക എന്ന് പറയുന്നത് AI ആയതുകൊണ്ട് മാത്രം നടക്കുന്നതാണ്, അല്ലെ. അപ്പൊ ലവ് യു എന്ന് പറയുന്ന പേര് കേൾക്കാൻ തന്നെ നല്ലൊരു സുഖമുള്ള, അല്ലെ. അപ്പൊ പൂർണ്ണമായിട്ടും AI സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ സിനിമയാണ് ഏത്, ലവ് യു എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, നമ്മുടെ CSIR-ഉം അതുപോലെ തന്നെ നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസും ചേർന്ന് തദ്ദേശീയമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത പരിശീലന വിമാനമാണ് ഹൻസ 3 അഥവാ NG എന്ന് പറയുന്നത്. അപ്പൊ ഹൻസ 3 എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ പൈലറ്റ് പരിശീലനമൊക്കെ നടത്താനായിട്ട് നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള പരിശീലന വിമാനമാണ് ഹൻസ 3 എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചും നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസും കൂടെ ചേർന്നിട്ടാണ് ഹൻസ 3 എന്ത് ചെയ്തിരിക്കുന്നത്, വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്.
നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തതാണ് കേട്ടോ. നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തതാണ്. അല്ലെങ്കിലും ഇപ്പോ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടല്ലോ, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമൊക്കെ ഇന്ത്യ കൂടുതലായിട്ട് നമ്മുടെ പ്രതിരോധ മേഖലയിൽ കൂടുതൽ ഇത്തരത്തിലുള്ള വെപ്പണുകൾ നമ്മൾ സ്വന്തമായിട്ട് തദ്ദേശീയമായിട്ട് നിർമ്മിക്കാനായിട്ട് ഇന്ത്യ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഓക്കെ, ഇനി ലേസർ അധിഷ്ഠിത ആയുധശേഷിയുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യം. ലേസർ അധിഷ്ഠിത ആയുധശേഷി. അപ്പോ ഈ അമേരിക്കയ്ക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും, ഇപ്പൊ നമ്മൾ എന്ത് പഠിച്ചിരുന്നാലും അമേരിക്കയും ചൈനയും റഷ്യയും പഠിക്കുന്നുണ്ടല്ലേ, കാരണം അവർ മൂന്നും എല്ലാത്തിലും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അമേരിക്കയ്ക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും ശേഷം ലേസർ അധിഷ്ഠിത ആയുധശേഷിയുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു. അതിപ്പോ സയൻസ് ഫീൽഡിൽ എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ്. ഇന്ത്യ ഇപ്പോ ഈ പറയുന്ന നമ്മളിപ്പോ ചന്ദ്രയാൻ പഠിച്ചപ്പോ അല്ലെ, ചന്ദ്രയാൻ 3 പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ശേഷം ഈ പറയുന്ന ചന്ദ്രനിൽ കാല് കുത്തുന്ന അല്ലെ, അല്ലെങ്കിൽ ചന്ദ്രനിൽ പോകുന്ന രാജ്യമാണ്, അല്ലെങ്കിൽ ചന്ദ്രനിൽ ഇറങ്ങുന്ന രാജ്യമാണ്, പേടകം ഇറക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ ആയുധശേഷി, ലേസർ അധിഷ്ഠിത ആയുധശേഷിയുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 20 കിലോമീറ്റർ ദൂരപരിധിയിൽ എതിരാളികളുടെ ആയുധങ്ങളെ തകർക്കുന്ന 300 കിലോവാട്ട് ശേഷിയുള്ള DRDO വികസിപ്പിച്ച മറ്റൊരു സംവിധാനം, ലേസർ അധിഷ്ഠിത ആയുധ സംവിധാനത്തിന്റെ പേരാണ് സൂര്യ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സൂര്യ എന്ന് പറയുന്ന ലേസർ അധിഷ്ഠിത ആയുധ സംവിധാനം വികസിപ്പിച്ചത് DRDO ആണ്. അപ്പൊ സൂര്യ എന്ന് പറയുന്നത് എന്താണ്? ലേസർ അധിഷ്ഠിത ആയുധ സംവിധാനമാണ്. 20 കിലോമീറ്റർ ദൂരപരിധിയിൽ. അപ്പൊ എന്തുമാത്രം അതിന് ഈ പറയുന്ന കപ്പാസിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 20 കിലോമീറ്റർ എന്ന് പറയുന്നത് ചെറിയ ദൂരമൊന്നും അല്ല. 20 കിലോമീറ്റർ ദൂരപരിധിയിൽ എതിരാളികളുടെ ആയുധങ്ങൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? തകർക്കാനായിട്ട് സാധിക്കുന്ന 300 കിലോവാട്ട് ശേഷിയാണ് സൂര്യക്കുള്ളത്. അപ്പൊ സൂര്യയാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്തത് അല്ലെ, സൂര്യയാണ് വികസിപ്പിച്ചെടുത്തത്. അങ്ങനെ ലേസർ അധിഷ്ഠിത ആയുധ ശേഷിയുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യമായിട്ട് ആര് മാറി? ഇന്ത്യ മാറി. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇന്റർസ്റ്റെല്ലാർ വാതകങ്ങളാണ് ഹൈഡ്രജനും അമോണിയം എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ ബഹിരാകാശത്തൊക്കെ കൂടുതൽ കാണപ്പെടുന്ന ഈ ഹൈഡ്രജനും അമോണിയയും കുറിച്ചുള്ള പഠനത്തിനും നക്ഷത്രങ്ങളുടെ രൂപീകരണത്തെ കുറിച്ചുള്ള പഠനത്തിനുമായിട്ട് 3 ഗോർജസ് അന്റാർട്ടിക് ഐ ടെലസ്കോപ്പ്, 3 ഗോർജസ് അന്റാർട്ടിക് ഐ എന്ന് പറയുന്ന ടെലസ്കോപ്പ് അടുത്തിടെ വിക്ഷേപിച്ചത് അല്ലെങ്കിൽ സ്ഥാപിച്ച രാജ്യം ചൈനയാണ്. എവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ അന്റാർട്ടിക്കയിലാണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഈ പോളാർ റീജിയൻസിൽ നമുക്ക് കുറച്ചുകൂടി ഈ പറയുന്ന വാതകങ്ങളെ കുറിച്ച് കൂടുതൽ നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ടാണ് ഈ 3 ഗോർജസ് അന്റാർട്ടിക് ഐ എന്ന പേരിലുള്ള ടെലസ്കോപ്പ് ചൈന സ്ഥാപിച്ചിരിക്കുന്നത്. 3 ഗോർജസ് എന്താണ് 3 ഗോർജസ് അന്റാർട്ടിക് ഐ എന്ന് പറയുന്ന ടെലസ്കോപ്പിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർസ്റ്റെല്ലാർ വാതകങ്ങളായിട്ടുള്ള ഹൈഡ്രജനെ കുറിച്ചും അമോണിയെ കുറിച്ചുള്ള പഠനത്തിന് വേണ്ടിയിട്ടാണ് ഈ ടെലസ്കോപ്പ് അന്റാർട്ടിക്കയിൽ ചൈന സ്ഥാപിച്ചത്. ഓക്കെ, നെക്സ്റ്റ് വൺ. നമ്മൾ വുമൺസ് ഓൺലി ട്രിപ്പ്, അതുപോലെ തന്നെ വുമൺസ് ഓൺലി ബാച്ച്, ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പോ ഇവിടെ നമുക്ക് നോക്കാൻ പോകുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് വനിതകൾ മാത്രമായിട്ട് ഒരു ബഹിരാകാശ യാത്ര നടത്തി. ചരിത്രത്തിൽ ആദ്യമായിട്ട് വനിതകൾ മാത്രമായിട്ട് ഒരു ബഹിരാകാശ യാത്ര നടത്തി. ആ ദൗത്യത്തിന്റെ പേരാണ് ഒറിജിൻ NS-31 എന്ന് പറയുന്നത്. ഒറിജിൻ NS-31. അപ്പൊ എന്താണ് ഒറിജിൻ NS-31 എന്ന് പറയുന്നത്? ഒറിജിൻ NS-31 എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് വനിതകൾ മാത്രമായിട്ട് നടത്തിയ ബഹിരാകാശ യാത്രയാണ്. അപ്പൊ നമ്മള് ബഹിരാകാശത്തേക്കുള്ള ലേഡീസ് ഓൺലി ട്രിപ്പ് എന്നാണ് ഒറിജിൻ NS-31 പറയുന്നത് കേട്ടോ. ഒറിജിൻ NS-31 പറയുന്ന പേരെന്താണ്? ബഹിരാകാശത്തെ ലേഡീസ് ഓൺലി ട്രിപ്പ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യമായിട്ടാണ് ഒന്നിലേറെ ക്രൂ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഒന്നിലേറെ പങ്കെടുക്കുന്ന ഒരു ബഹിരാകാശ യാത്രയിൽ എല്ലാ അംഗങ്ങളും വനിതകൾ. ഓക്കെ, എല്ലാ അംഗങ്ങളും വനിതകൾ. അതിനകത്ത് പ്രശസ്ത ഗായിക കേറ്റി പെറി ഉണ്ട്. പ്രശസ്ത ഗായികയാണ് കേറ്റി പെറി ഉൾപ്പെടെ 6 വനിതാ യാത്രികരുമായിട്ടാണ് NS-31 എന്ന് പറയുന്ന ദൗത്യം എന്ത് ചെയ്തത്? വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്കറിയാം ജെഫ് ബെസോസ്, ശതകോടീശ്വരനായിട്ടുള്ള ജെഫ് ബെസോസ്, ആമസോണിന്റെ ജെഫ് ബെസോസിന്റെ നേതൃത്വത്തിലുള്ള കമ്പനിയാണ് ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പൊ ബ്ലൂ ഒറിജിൻ ആണ് ഈ ഒരു ചരിത്ര നേട്ടം എന്ത് ചെയ്തത്? സ്വന്തമാക്കിയത്. ടെക്സസിലെ ബ്ലൂ ഒറിജിന്റെ കേന്ദ്രത്തിൽ നിന്നാണ് NS-31 എന്ന് പറയുന്ന ഈ പേടകം എന്ത് ചെയ്തത്?
വിക്ഷേപിച്ചത്. അപ്പോൾ ടെക്സസിലെ ബ്ലൂ ഒറിജിന്റെ കേന്ദ്രത്തിൽ നിന്നാണ് ഈ ഒരു എന്ത് വിക്ഷേപിച്ചത്, പേടകം വിക്ഷേപിച്ചത്. അപ്പൊ ഒറിജിൻ NS-31 എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് വനിതകൾ മാത്രമായിട്ട് നടത്തിയ ബഹിരാകാശ യാത്രയാണെന്ത് ഒറിജിൻ NS-31 എന്ന് പറയുന്നത്. 10 മിനിറ്റ് ദൈർഘ്യത്തിൽ കേട്ടോ, 10 മിനിറ്റ് ദൈർഘ്യത്തിലാണ് ബ്ലൂ ഒറിജിന്റെ പേടകം. ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്നത് ജെഫ് ബെസോസിന്റെ നേതൃത്വത്തിലുള്ള കമ്പനിയാണ്. സോ അവരുടെ പേടകത്തിലാണ് 10 മിനിറ്റ് ബഹിരാകാശത്തേക്ക് പോകുന്നു, അവിടെ തിരിച്ചു വരുന്ന 6 വനിതകൾ ഉൾപ്പെട്ട, KT പെറി ഉൾപ്പെടെ 6 വനിതകൾ ഉൾപ്പെട്ട ഈ ഒരു ദൗത്യം എന്ത് ചെയ്തത്, നടത്തിയത്. ഓക്കെ, നമുക്ക് ആ 6 വനിതകളെ ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, എന്താണ് ഫ്രാം 2 എന്ന് പറയുന്നത്? എന്താണ് ഫ്രാം 2 എന്ന് പറയുന്നത്? ബഹിരാകാശ യാത്രികരെ ആദ്യമായിട്ട് പോളാർ ഓർബിറ്റിലേക്ക് അയക്കുന്നു. പോളാർ ഓർബിറ്റ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഇത് നമ്മുടെ ഭൂമി അല്ലെ. ഭൂമി എന്ന് പറയുമ്പോൾ ഭൂമിക്ക് ഇത്തരത്തിലൊരു ഓർബിറ്റ് ഉണ്ട്. അതായത് ഇങ്ങനെ ഭൂമധ്യരേഖ അല്ലെ, ആ സൈസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇക്വറ്റേറിയൽ ആയിട്ടുള്ള ഒരു ഓർബിറ്റ് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പോളാർ ഓർബിറ്റും ഉണ്ട്. അപ്പൊ സാധാരണ നമ്മൾ ഈ ഓർബിറ്റിലേക്കാണ് ബഹിരാകാശ യാത്രികരെ അയക്കുന്നത്. എന്നാൽ ഫ്രാം 2 എന്ന് പറയുന്ന ദൗത്യത്തില് പോളാർ ഓർബിറ്റിലേക്ക് ആരെ അയക്കുകയാണ്? സ്വകാര്യ സഞ്ചാരികളെ അയക്കുകയാണ്. ബഹിരാകാശ യാത്രികരെ ആദ്യമായിട്ട് പോളാർ ഓർബിറ്റിലേക്ക് അയക്കുന്ന സ്വകാര്യ സഞ്ചാരികൾ അടങ്ങിയ ദൗത്യത്തിന്റെ പേരാണ് ഫ്രാം 2 എന്ന് പറയുന്നത്. സ്പേസ് എക്സിന്റെ റെസീലിയൻസ് എന്ന് പറയുന്ന ഡ്രാഗൺ ക്രൂ ക്യാപ്സൂളിലാണ് 4 ബഹിരാകാശ യാത്രികരെ ഈ ഒരു പോളാർ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ സ്പേസ് എക്സിന്റെ റെസീലിയൻസ് എന്ന് പറയുന്ന ഡ്രാഗൺ ക്രൂ ക്യാപ്സൂൾ ഉണ്ട്. സ്പേസ് എക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എലോൺ മസ്കിന്റെ ബഹിരാകാശ സംരംഭമാണ് അല്ലെ. സോ അവരുടെ ഡ്രാഗൺ ക്രൂ ക്യാപ്സൂളിലാണ് ഈ 4 ബഹിരാകാശ യാത്രികരെ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോളാർ ഓർബിറ്റിലേക്ക് അയക്കുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന പോളാർ ഓർബിറ്റിലേക്ക് ബഹിരാകാശ യാത്രികരെ എത്തിക്കുന്നത്. അതാണ് ഫ്രാം 2 എന്ന് പറയുന്നത്. ഫ്രാം 2 ദൗത്യം. അടുത്തത് നമ്മുടെ നമുക്ക് ഏറ്റവും നമ്മൾ പറയത്തില്ല നീഡ് ഓഫ് ദ അവർ എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടതാണ് കാലാവസ്ഥാ പ്രവചനം വളരെ ആക്യുറേറ്റ് ആക്കുക, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള കാലാവസ്ഥാ പ്രവചനം നടത്തുക എന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള കാലാവസ്ഥാ പ്രവചനത്തിനും അതുപോലെ തന്നെ വായു മലിനീകരണം പരിശോധിക്കാനായിട്ട് മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച AI സംവിധാനമാണ് അറോറ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ മൈക്കറോ എന്ന് ആലോചിച്ചാൽ മതി. മൈക്കറോ അറോറ. എന്താണ് അറോറ എന്ന് പറയുന്നത്? അറോറ എന്ന് പറയുന്നത് കാലാവസ്ഥാ പ്രവചനത്തിനും വായു മലിനീകരണം പരിശോധിക്കുന്നതിനുമായിട്ട് മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച AI സംവിധാനമാണ് എന്ത്, അറോറ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള ക്ലൈമറ്റ് പ്രഡിക്ഷൻ മെത്തേഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ കാലാവസ്ഥാ പ്രവചന രീതികളുണ്ട്. സോ അതിനേക്കാളും വളരെ കൃത്യതയോടുകൂടിയും വളരെ വേഗത്തില് ചുഴലിക്കാറ്റുകള്, ടൈഫൂണുകള്, ഇങ്ങനെയുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ പ്രവചിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് അറോറ എന്ന് പറയുന്നത്. അറോറ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച AI സംവിധാനമാണ്. ഇനി ഇതൊന്നും കൂടാതെ ഇന്ത്യ ഒരു കാലാവസ്ഥാ മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? ഒരു കാലാവസ്ഥാ മോഡല് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ലോകത്ത് തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ അൾട്രാ ഹൈ റെസല്യൂഷൻ കാലാവസ്ഥാ മോഡല്. ഹൈ റെസല്യൂഷൻ, ഉയർന്ന ക്ലാരിറ്റിയിലുള്ള കാലാവസ്ഥാ മോഡല്. ഇപ്പൊ ലോകത്ത് തദ്ദേശീയമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഇന്ത്യ നിർമ്മിച്ച ഹൈ റെസല്യൂഷൻ കാലാവസ്ഥാ മോഡലാണ് ഭാരത് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ 6 കിലോമീറ്റർ റെസല്യൂഷനോടെയാണ് നിർമ്മിച്ചത്. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഈ ഒരു കാലാവസ്ഥാ മോഡലിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അർക്ക എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ. അർക്ക നമ്മൾ മുന്നേ യൂസ് ചെയ്തിരുന്നത് പ്രത്യുഷ് ആണ്. നമ്മൾ മുന്നേ യൂസ് ചെയ്തിരുന്ന സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പ്രത്യുഷ് ആണ്. പ്രത്യുഷിനെ മാറ്റിയിട്ട് നമ്മൾ അർക്കയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തുടനീളം 40 ഡോപ്ലർ കാലാവസ്ഥാ റഡാറുകളുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ കാലാവസ്ഥാ പ്രവചനത്തിന് വേണ്ടിയുള്ള റഡാറുകളുണ്ട്. സോ ഈ റഡാറുകളെല്ലാം ഏകോപിപ്പിച്ച് ഈ റഡാറുകളിൽ നിന്ന്, റഡാർ എന്ന് പറയുമ്പോൾ എല്ലാ സമയവും ഇങ്ങനെ നിരീക്ഷിക്കുന്ന സംവിധാനം അല്ലെ, അപ്പൊ അതിൽ നിന്നുള്ള വിവരങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് ഈ ഭാരത് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്.
വളരെ ആക്യുറേറ്റ് ആയിട്ട് ഹൈ റെസൊല്യൂഷനിൽ വിവരങ്ങൾ നൽകാനായിട്ട് സാധിക്കുന്ന ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ക്ലൈമറ്റ് മോഡലാണ് എന്താ ഭാരത് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം. അർക്കയാണ് ഇതിൽ യൂസ് ചെയ്യുന്ന സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ പുനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മീറ്റിയോറോളജി വികസിപ്പിച്ച ഭാരത് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന് 64% കൂടുതൽ കൃത്യമായിട്ടുള്ള പ്രവചനങ്ങൾ നൽകാൻ, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, ഉഷ്ണതരംഗങ്ങൾ, ഇങ്ങനെ തീവ്ര കാലാവസ്ഥാ സംഭവങ്ങളെ കൃത്യതയോടെ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഭാരത് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ. അടുത്തിടെ ISRO ഗഗൻയാൻ വർഷമായിട്ട് പ്രഖ്യാപിച്ചത് 2025-നെയാണ്. അപ്പൊ 2025-നെയാണ് ISRO എന്തായിട്ട് പ്രഖ്യാപിച്ചത്? ഗഗൻയാൻ വർഷമായിട്ട് പ്രഖ്യാപിച്ചത് കേട്ടോ. ഗഗൻയാൻ. ഇപ്പൊ 2025 ഗഗൻയാൻ വർഷം. ഗഗൻയാൻ എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള, അല്ലെ, മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനായിട്ടുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ വ്യോമിത്ര എന്ന് പറയുന്ന ഒരു റോബോട്ടിനെയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതായിട്ടൊക്കെ മുന്നേ നമ്മൾ പഠിക്കുന്നുണ്ട്. 2025 ISROയുടെ ഗഗൻയാൻ വർഷമാണ്. അടുത്തതായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജീൻ എഡിറ്റ് ചെയ്ത് ആടുകളെ നിർമ്മിച്ച സർവകലാശാല. കണ്ടോ? എന്തായിരുന്നാലും ഈ ജീൻ എഡിറ്റിംഗ് സംഭവം വളരെ ഒരു ഭയങ്കര വാർത്തയായിട്ടാണ്. കാരണം നമ്മുടെ നേരത്തെ പഠിച്ച ജീൻ എഡിറ്റ് ചെയ്ത് നെല്ല് നിർമ്മിക്കുന്നു, അതുപോലെ തന്നെ ജീൻ എഡിറ്റ് ചെയ്ത് ആടുകളെ നിർമ്മിക്കുന്നു, അതുപോലെ തന്നെ ജീൻ എഡിറ്റിങ്ങിലൂടെയും അതുപോലെ തന്നെ ഈ പറയുന്ന ജീൻ എഡിറ്റിംഗ് CRISPR-Cas9 യൂസ് ചെയ്ത് രോഗങ്ങൾ, ക്യാൻസർ പോലുള്ള സാധനങ്ങളെ ചികിത്സിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇത് വളരെ തരംഗമായിട്ടുള്ള ഒന്നായതുകൊണ്ട് നോക്കി വെച്ചേക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനെ ജീൻ എഡിറ്റിംഗിലൂടെ ആടുകളെ നിർമ്മിച്ച സർവകലാശാലയാണ് ഷേർ-ഇ-കാശ്മീർ കാർഷിക സർവകലാശാല, കാർഷിക ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എന്ന് പറയുന്നത്. ഷേർ-ഇ-കാശ്മീർ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പൊ ഷേർ-ഇ-കാശ്മീർ കാർഷിക ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. അപ്പൊ CRISPR-Cas9 സിസ്റ്റം ഉപയോഗിച്ചാണ് ഈ ഒരു ജീൻ എഡിറ്റിംഗിലൂടെ ആടുകളെ ഈ കാശ്മീരിലെ സർവകലാശാല എന്ത് ചെയ്തത്? നിർമ്മിച്ചത് കേട്ടോ. അപ്പൊ ആടുകളെ നിർമ്മിച്ചത് എവിടെയാണ്? കാശ്മീർ. ഷേർ-ഇ-കാശ്മീർ കാർഷിക സാങ്കേതിക സർവകലാശാല. അപ്പൊ ഷേർ-ഇ-കാശ്മീർ കാർഷിക ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ് എന്ത് ചെയ്തത്? CRISPR-Cas9 യൂസ് ചെയ്ത് ജീൻ എഡിറ്റ് ചെയ്ത ആടുകളെ നിർമ്മിച്ചത്. ഇനി അടുത്തത്, അർബുദ രോഗബാധയുള്ള കോശങ്ങളെ കണ്ടെത്തി നശിപ്പിക്കാനായിട്ടുള്ള ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് കുത്തിവെക്കാനായിട്ടുള്ള ഹൈഡ്രോജൽ, അതായത് ഇൻജെക്റ്റബിൾ ഹൈഡ്രോജലിൽ വികസിപ്പിച്ചത് IIT ഗുവാഹത്തിയാണ്. IIT ഗുവാഹത്തിയാണ്. അപ്പൊ നമ്മൾ പറയത്തില്ലേ കുത്തി വെക്കാവുന്ന കുത്തി, അല്ലെ, ഹത്തിയിലാണ് കുത്തിവെക്കാൻ പറ്റുന്ന ഹൈഡ്രോജൽ വികസിപ്പിച്ചത്, ഇൻജെക്റ്റബിൾ ഹൈഡ്രോജൽ. അപ്പൊ കുത്തിവെക്കാന്നല്ലേ. അപ്പൊ ഹത്തിയാണ് കുത്തിവെക്കാൻ പറ്റുന്ന ഹൈഡ്രോജൽ. എന്തിനാണ് ഹൈഡ്രോജൽ എന്ന് പറയുന്നത്? നമുക്ക് ഈ പറയുന്ന രോഗിക്ക് ക്യാൻസർ ബാധിച്ചിട്ടുള്ള കോശങ്ങളെ കണ്ടെത്തി നശിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു ഹൈഡ്രോജൽ എന്ന് പറയുന്നത്. കൊൽക്കത്തയിലെ ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹകരണത്തോടു കൂടിയാണ് IIT ഗുവാഹത്തി ഇത് എന്ത് ചെയ്തത്? കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മണ്ണിലെ വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയകളെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിച്ചത് IIT ബോംബെയാണ്. ഈ മണ്ണിലെ വിഷാംശം കൂടുതലുണ്ടെങ്കിൽ വിളകൾക്ക് വളരാനായിട്ടൊരു തടസ്സമാവും, അല്ലെ. അപ്പൊ വിഷാംശമൊക്കെ തിന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ മണ്ണില് ഈ പറയുന്ന ചെടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ആവശ്യമുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുത്ത് വളരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഈ ഒരു സാങ്കേതിക വിദ്യ, മണ്ണിലെ വിഷാംശം തിന്നുന്ന ജീവിക്കുന്ന ബാക്ടീരിയകളെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിച്ചത് IIT ബോംബെയാണ്. ഓക്കെ. ഇനി ചൈനീസ് കമ്പനി ആയിട്ടുള്ള ആലിബാബ അവതരിപ്പിച്ച പുതിയ AI മോഡലാണ് Qwen 25 AI Max എന്ന് പറയുന്നത്. Qwen 25 AI Max. Qwen 25 AI Max എന്ന് പറയുന്നത് ഡീപ്സീക്ക് അടുത്തിടെ ചോദിച്ച ചോദ്യമാണ്. ഡീപ്സീക്ക് ഏത് രാജ്യമാണ് ഡീപ്സീക്ക് വികസിപ്പിച്ചത്? ഡീപ്സീക്ക് എന്ന് പറയുന്നത് ഒരു AI ചാറ്റ് ബോട്ട് ആണ് കേട്ടോ. ഡീപ്സീക്ക് എന്ന് പറയുന്നത് ഒരു AI ചാറ്റ് ബോട്ട് ആണ്. അതായത് നമ്മുടെ ഓപ്പൺ AIയുടെ ചാറ്റ് ബോട്ട് ആണ് ഏത്? ചാറ്റ് GPT എന്ന് പറയുന്നത്, അല്ലെ. ചാറ്റ് GPT എന്ന് പറയുന്നത് AIയിൽ ഒരു റെവല്യൂഷൻ കൊണ്ടുവന്ന ചാറ്റ് ബോട്ട് ആണ് ചാറ്റ് GPT. അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിളിന്റെ ചാറ്റ് ബോട്ട് ആണ് ജെമിനി എന്ന് പറയുന്നത്, അല്ലെ, ജെമിനി. അതുപോലെ ചൈനീസ് ചാറ്റ് ബോട്ട് ആണ് ഏത്? ചൈനീസ് AI ചാറ്റ് ബോട്ട് ആണ് ഡീപ്സീക്ക്. അപ്പൊ ഡീപ്സീക്കിന്റെ പുതിയ പതിപ്പാണ് V3 എന്ന് പറയുന്നത്. ഈ V3യെക്കാളും മികച്ച പ്രകടനമാണ് Qwen 25 AI Max എന്ന് പറയുന്ന
AI മോഡൽ എന്ത് ചെയ്യുന്നത് നൽകുന്നത് ചൈനീസ് കമ്പനി ആയിട്ടുള്ള ആലിബാബയാണിത് അവതരിപ്പിച്ചത്. നെക്സ്റ്റ് വൺ, ചന്ദ്രനില് സുരക്ഷിതമായിട്ട് ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡർ. ഇത് PSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ചന്ദ്രനില് സുരക്ഷിതമായിട്ട് ഇറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ ലാൻഡർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഒഡീസിയസ്, ടെക്സസ്, US ടെക്സസ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇൻറ്റ്യൂട്ടീവ് മെഷീൻസ് എന്ന് പറയുന്ന ഇൻറ്റ്യൂട്ടീവ് മെഷീൻസിന്റെ അല്ലെങ്കിൽ ഇൻറ്റ്യൂട്ടീവ് മെഷീൻസ് എന്ന് പറയുന്ന സംരംഭത്തിന്റെ ഒഡീസിയസ് എന്ന് പറയുന്ന ലാൻഡർ ആണ് ചന്ദ്രനിൽ സുരക്ഷിതമായിട്ട് ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ ലാൻഡർ എന്ന് പറയുന്നത്, ആദ്യ പ്രൈവറ്റ് ലാൻഡർ. അതായത് ഈ സ്വകാര്യ ലാൻഡർ എന്ന് പറയാൻ കാരണം മുൻപ് നമ്മുടെ ചന്ദ്രയാൻ 3 ഉൾപ്പെടെ അതുപോലെ തന്നെ ജപ്പാന്റെ മൂൺ സ്ലിപ്പർ എന്ന് പറയുന്ന ദൗത്യം, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ജപ്പാന്റെ ജാക്സ, ജപ്പാന്റെ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള ജാക്സയുടേതാണ് മൂൺ സ്ലിപ്പർ. അപ്പൊ ഇതൊക്കെ ഒരു ആ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ചന്ദ്രയാൻ 3യും അതുപോലെ തന്നെ മൂൺ സ്ലിപ്പറും ഒക്കെ. പക്ഷെ ഇതെന്ന് പറയുന്നത് പ്രൈവറ്റ് സംരംഭങ്ങൾ, ബഹിരാകാശ മേഖലയിലെ പ്രൈവറ്റ് സംരംഭങ്ങൾ അയക്കുന്ന ലാൻഡറുകളുണ്ട്. ഇതാണ് സ്വകാര്യ ലാൻഡറുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയ സ്വകാര്യ ലാൻഡർ എന്ന് പറയുന്നത് ഒഡീസിയസ് ആണ്. ഒഡീസിയസ്. ഇനി ചന്ദ്രനിൽ സുരക്ഷിതമായിട്ട് ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡർ ആണ് ബ്ലൂ ഗോസ്റ്റ്. ബ്ലൂ ഗോസ്റ്റ്. അപ്പോ ലാൻഡിങ് സമ്പൂർണ്ണ വിജയമായിരുന്നു കേട്ടോ. എവിടെയാണോ ഇറക്കാനായിട്ട് ഉദ്ദേശിച്ചത് അവിടെ തന്നെ ഇറങ്ങി സമ്പൂർണ്ണ വിജയമായ ആദ്യത്തെ സ്വകാര്യ ലാൻഡർ ബ്ലൂ ഗോസ്റ്റ് തന്നെയാണ് കേട്ടോ. സമ്പൂർണ്ണ വിജയമായിട്ടുള്ളത്. ആദ്യം ഇറങ്ങിയത് ഒഡീസിയസ് ആണ്, പക്ഷെ കുറച്ചുകൂടി കംപ്ലീറ്റ് സക്സസ് ആയിരുന്നത് ബ്ലൂ ഗോസ്റ്റ് ഇറങ്ങിയപ്പോഴാണ്. ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡർ ആണ് ഏത്? ബ്ലൂ ഗോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ 14 ദിവസമാണ് ബ്ലൂ ഗോസ്റ്റിന്റെ ദൗത്യ കാലാവധി കേട്ടോ. 14 days ആണ്. ഒന്നുമില്ല, ചന്ദ്രനിലെ മണ്ണ് തുറന്ന് എന്ത് ചെയ്യണം? പരീക്ഷണം നടത്തണം, പര്യവേക്ഷണം നടത്തണം, എക്സ്പ്ലോറേഷൻ നടത്തണം. ചന്ദ്രന്റെ ഉൾഭാഗങ്ങളിലെ താപപ്രവാഹങ്ങളെ കുറിച്ച് പഠിക്കണം എന്ന് ഓർത്തു വെക്കുക. 2025 ജനുവരി 15 സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു ബ്ലൂ ഗോസ്റ്റ് വിക്ഷേപിച്ചത്. അപ്പൊ 2025 ജനുവരി 15 സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് ബ്ലൂ ഗോസ്റ്റ് വിക്ഷേപിച്ചത്. അടുത്തത് നാസയുടെ ഒരു ദൗത്യമാണ്. നമ്മുടെ ISROയുടെ ദൗത്യത്തെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നാസയുടെ ദൗത്യം എന്ന് പറയുന്നത്. അപ്പൊ അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള നാസയുടെ പുതിയ സൗരദൗത്യം അവിടെയാണ് ഇരിക്കുന്നത്. സൗരദൗത്യം സോളാർ മിഷൻ ആണ്. പഞ്ച് എന്ന് പറയുന്നത്. പഞ്ച് എന്താണ്? പഞ്ച് പോളാറിമീറ്റർ ടു യൂണിഫൈ ദി കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ. പോളാറിമീറ്റർ ടു യൂണിഫൈ കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ. ഇപ്പൊ സൗരവാദങ്ങൾ ഉണ്ട് അല്ലെ? സൗരവാദങ്ങൾ ഇപ്പോ നമ്മള് കൊറോണ മാസ് ഇജക്ഷനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഈ സൗരവാദങ്ങളുണ്ട്. സൗരവാദത്തിന്റെ ഉറവിടങ്ങളെ കുറിച്ച് പഠിക്കണം. അതാണ് പഞ്ചിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതും സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 ബ്ലോക്ക് 5 എന്ന് പറയുന്ന റോക്കറ്റിലാണ് പഞ്ച് വിക്ഷേപിക്കുന്നത്. ഓക്കെ, അപ്പൊ പഞ്ച് എന്ന് പറയുന്നത് പോളാറിമീറ്റർ ടു യൂണിഫൈ കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ. കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ കേട്ടോ. അപ്പോ പഞ്ച് എന്ന് പറയുന്നത് എന്താണ്? പോളാറിമീറ്റർ ടു യൂണിഫൈ ദി കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ എന്ന് പറയുന്നതാണ് പഞ്ച് എന്ന് പറയുന്ന ദൗത്യം. നാസയുടെ ദൗത്യമാണെന്ന് ഓർത്തു വെക്കണം. സൗരവാദങ്ങളെ കുറിച്ചും അതിന്റെ ഉറവിടങ്ങളെ കുറിച്ചും പഠിക്കുകയാണ് പഞ്ചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, നമ്മുടെ വ്യോമസേനയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ എയർഫോഴ്സ്, ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടിയിട്ട് തദ്ദേശീയമായിട്ട് ഇന്ത്യ വികസിപ്പിച്ച പുതിയ മിസൈലാണ് ഗാന്ധീവ എന്ന് പറയുന്നത്. ഗാന്ധീവ. അപ്പൊ ഗാന്ധീവ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പുരാണ കഥാപാത്രങ്ങളെ ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ടായിരിക്കും അല്ലെ? അതായത് ഇതിഹാസ കഥാപാത്രമായിട്ടുള്ള അർജുനന്റെ വില്ലിന് നൽകിയിട്ടുള്ള പേരാണ് ഗാന്ധീവ എന്ന് പറയുന്നത്. സോ ആ ഒരു പേരാണ് ഈ വില്ലിനും അല്ലെങ്കിൽ ഈ മിസൈലും നൽകിയിരിക്കുന്നത്. ഇതിനു മുൻപ് 2 ചേട്ടന്മാരുണ്ട് ഇവർക്ക്. ഈ ഗാന്ധീവയ്ക്ക് മുൻപ് അസ്ത്ര MK1, അസ്ത്ര MK2 എന്ന് പറയുന്ന മിസൈലുകൾ വിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ അസ്ത്ര MK1ന്റെയും അസ്ത്ര MK2ന്റെയും പിൻഗാമിയാണ് ഗാന്ധീവ എന്ന് പറയുന്നത്. 340 കിലോമീറ്റർ ആണ് ഗാന്ധീവയുടെ ദൂരപരിധി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച നമ്മുടെ വ്യോമസേനയ്ക്ക് വേണ്ടി വികസിപ്പിച്ച പുതിയ മിസൈലാണ് ഏതെന്ന് പറയുന്നത്? ഗാന്ധീവ എന്ന് പറയുന്നത് കേട്ടോ. ഗാന്ധീവ. ഇനി ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ ഒരുങ്ങുന്നത് അബുദാബിയാണ് കേട്ടോ. അബുദാബിയാണ്. അപ്പോൾ AI ബേസ്ഡ് ആയിട്ടുള്ള
ഈ അബുദാബിയിലെ മുഴുവൻ സർക്കാർ പ്രവർത്തനങ്ങളും AI യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാനായിട്ടും AI യൂസ് ചെയ്ത് അവിടെയുള്ള സിറ്റിസൺസിന് സർവീസ് പ്രൊവൈഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ലോകത്തിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ ഒരുങ്ങുന്ന നഗരമാണേത് അബുദാബി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ നയം തന്നെ അബുദാബി ഫോം ചെയ്യുന്നുണ്ട്. 2025 മുതൽ 27 വരെയുള്ള ഡിജിറ്റൽ നയം എന്ത് ചെയ്യും ഉടനെ പ്രഖ്യാപിക്കും. 2025 to 27 ഡിജിറ്റൽ നയം എന്ത് ചെയ്യും പ്രഖ്യാപിക്കും. അടുത്തത് നമ്മുടെ ആയുർവേദ മേഖലയിൽ റീസെന്റ് ആയിട്ട് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ അംഗീകാരം ലഭിച്ച ആദ്യ ആയുർവേദ മെഡിക്കൽ ഉപകരണമാണ് നാഡി തരംഗിണി എന്ന് പറയുന്നത്. നാഡി തരംഗിണി. അപ്പൊ IIT ബോംബെയിലെ ഗവേഷകർ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച പൾസ് ഡയഗ്നോസ്റ്റിക് ഉപകരണമാണ് ഈ നാഡി തരംഗിണി. അതായത് നമ്മുടെ പണ്ട് ഈ വൈദ്യന്മാരൊക്കെ നാഡി പിടിച്ചു നോക്കി അസുഖം കണ്ടെത്തുന്ന ഒരുപാട് രീതികൾ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതുപോലെ അത് ആയുർവേദത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് അസുഖം കണ്ടുപിടിക്കുന്നത്. അതുപോലെ നമ്മുടെ പൾസ് ചെക്ക് ചെയ്ത് നാഡി ചെക്ക് ചെയ്ത് നമുക്കുള്ള അസുഖങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കുന്ന ഒരു ആയുർവേദ ഉപകരണമാണ് നാഡി തരംഗിണി. മലയാളം അടക്കം 10 ഇന്ത്യൻ ഭാഷകളിൽ മെഡിക്കൽ റിപ്പോർട്ട് നൽകാനായിട്ട് നാഡി തരംഗിണിക്ക് സാധിക്കും. അപ്പൊ നമ്മുടെ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ മെഡിക്കൽ ഉപകരണമാണ് നാഡി തരംഗിണി എന്ന് പറയുന്നത് കേട്ടോ. ആയുർവേദ മെഡിക്കൽ ഉപകരണമാണ്. IIT ബോംബെയിലെ ഗവേഷകരാണ് ഇത് വികസിപ്പിച്ചത്. നെക്സ്റ്റ് 4 മുതൽ 7 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള അല്ലെങ്കിൽ 4 മുതൽ 7 കിലോമീറ്റർ വരെ ദൂരെയുള്ള യുദ്ധ ടാങ്കുകളെ തകർക്കാനായിട്ട് ശേഷിയുള്ള നമ്മുടെ DRDO തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച് പരീക്ഷണം വിജയിപ്പിച്ച മിസൈലാണ് നാഗ് MK2 എന്ന് പറയുന്നത്. നാഗ് MK2. അപ്പൊ നാഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആകാശിനെ പോലെയോ അല്ലെങ്കിൽ പൃഥ്വി, നാഗ്, ത്രിശൂല് ഇതൊക്കെ നമ്മുടെ അതുപോലെ തന്നെ അഗ്നി നമ്മൾ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത മിസൈലുകളാണ്. അപ്പൊ അതിൽ നാഗ് എന്ന് പറയുന്നത് ടാങ്ക് വേദ മിസൈലാണ്. ടാങ്ക് വേദ ഗൈഡഡ് മിസൈൽ എന്ന് പറയുമ്പോൾ ആന്റി ടാങ്ക് മിസൈൽ. ടാങ്കുകളെ തകർക്കാനായിട്ട് ശത്രു രാജ്യങ്ങളുടെ ടാങ്കുകളെ, അത് 4 മുതൽ 7 കിലോമീറ്റർ വരെ ദൂരെയുള്ള ടാങ്കുകളെ, യുദ്ധ ടാങ്കുകളെ തകർക്കാനായിട്ട് സാധിക്കുന്നതാണ് നാഗ് MK2 എന്ന് പറയുന്നത്. നമ്മൾ പൊക്രാൻ ഫയറിംഗ് റേഞ്ചിൽ വെച്ചിട്ടാണ് നാഗ് MK2 എന്ത് ചെയ്ത് പരീക്ഷിച്ചത്. യുദ്ധ ടാങ്കുകളെ തകർക്കാൻ ശേഷിയുള്ള DRDO തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച് പരീക്ഷണം വിജയിച്ച മിസൈലാണ് നാഗ് MK2 എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ നൈസർ. അതായത് ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 102ാമത്തെ വിക്ഷേപണമാണ് നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ അഥവാ നൈസർ എന്ന് പറയുന്നത്. നാസയും ISROയും തമ്മിലുള്ള അവരുടെ സംയുക്ത ഒരു മിഷനാണ് നൈസർ എന്ന് പറയുന്നത്. ISRO നിന്നുള്ള 102ാമത്തെ വിക്ഷേപണമാണ് നൈസർ. ഷുവർ ഷോട്ട് ആയിട്ട് കേട്ടോ, ഇത് ഷുവർ ഷോട്ടാണ്. അപ്പോ ISROയുടെ GSLV F-16 എന്ന് പറയുന്ന റോക്കറ്റിൽ, ISROയുടെ GSLV F-16 റോക്കറ്റില് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് 2025 ജൂലൈ 30 ഇത് വിക്ഷേപിച്ചത്. 2025 ജൂലൈ 30 നൈസർ വിക്ഷേപിച്ചത്. ഇനി നൈസറിന്റെ പ്രത്യേകത ഇരട്ട ഫ്രീക്വൻസി റഡാറിൽ പ്രവർത്തിക്കുന്നു. അതായത് L ബാൻഡ്, S ബാൻഡ് എന്നിങ്ങനെ വ്യത്യസ്ത ഫ്രീക്വൻസിയിലുള്ള റഡാറുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഉപഗ്രഹമാണ് നൈസർ എന്ന് പറയുന്നത്. അപ്പൊ വ്യത്യസ്ത ഫ്രീക്വൻസിയിലുള്ള റഡാറുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഉപഗ്രഹമാണ് ഏത് ഈ പറയുന്ന നൈസർ എന്ന് പറയുന്നത്. അതില് നമ്മൾ പറഞ്ഞു L ബാൻഡും S ബാൻഡും. L ബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. ഇത് നാസയാണ് L ബാൻഡ് ഡെവലപ്പ് ചെയ്തത്. കൂടുതൽ തരംഗ ദൈർഘ്യമുള്ള റഡാറാണ്, കൂടുതൽ ഫ്രീക്വൻസി ഉള്ള റഡാറാണ് L എന്ന് പറയുന്നത്. വനങ്ങളുടെയും മരങ്ങളുടെയും ഉള്ളിലേക്ക് തുളച്ചു കയറി ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും. അപ്പൊ ഈ നൈസറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭൂമിയെ കൃത്യമായിട്ട് മാപ്പ് ചെയ്യുക എന്നതാണ്. കൃത്യമായിട്ട് നമ്മുടെ ഭൂമിയിലുള്ള വനങ്ങളും അതുപോലെ തന്നെ മഞ്ഞും അതുപോലെ തന്നെ കാലാവസ്ഥ, അന്തരീക്ഷം ഇതൊക്കെ കൃത്യമായിട്ട് പഠനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നൈസർ എന്ന് പറയുന്നത്. അപ്പൊ L ബാൻഡ് നമ്മുടെ മരങ്ങളുടെയും വനങ്ങളുടെയും ചിത്രങ്ങൾ എടുക്കാനായിട്ട് സഹായിക്കുന്നതാണ് L ബാൻഡ്.
എന്നാൽ എസ് ബാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ISRO ആണ് നിർമ്മിച്ചത്. ഇന്ത്യയുടെ കാർഷിക നിരീക്ഷണം, ദുരന്ത നിവാരണം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് എസ് ബാൻഡ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മേഘങ്ങൾക്കിടയിലൂടെ രാവും പകലും ഭൂമിയെ നിരീക്ഷിക്കാനായിട്ട് നമ്മൾ അയച്ച സംവിധാനമാണ് നൈസർ എന്ന് പറയുന്നത്. 2 വ്യത്യസ്ത ഫ്രീക്വൻസിയിലുള്ള റഡാറുകളിൽ പ്രവർത്തിക്കുന്ന ഉപഗ്രഹമാണ് നൈസർ. GSLV F-16 വിക്ഷേപിച്ചത്. 2025 ജൂലൈ 30 വിക്ഷേപിച്ചത്. എൽ ബാൻഡ് എന്ന് പറയുന്നത് ISR നമ്മുടെ നാസ വികസിപ്പിച്ചതാണ്. എൽ ബാൻഡ് എന്ന് പറയുന്നത് വനങ്ങളുടെയും മരങ്ങളുടെയും ചിത്രമെടുക്കാൻ സഹായിക്കുന്ന കൂടുതൽ തരംഗ ദൈർഘ്യമുള്ള ഒരു റഡാറാണ് എൽ ബാൻഡ്. എസ് ബാൻഡ് ISRO ആണ് അല്ലെ. ISRO IS നമ്മുടെ ISROയിലും എസിലും ഉണ്ട്. അത് ISROയുടെ എസ് എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ ദുരന്ത നിവാരണത്തിനും കാർഷിക മേഖലയുടെ നിരീക്ഷണത്തിനും വേണ്ടിയിട്ടാണ് എസ് ബാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നൈസർ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, മറക്കണ്ട, അത് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത് ഉപകാരപ്പെടും കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരും. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. പിന്നെ ഇവിടെ നിങ്ങളോട് ചോദിക്കാനായിട്ട് ഒരു ചോദ്യം ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിപ്പോ കാണാനില്ല കേട്ടോ. അപ്പൊ എന്തായാലും എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ചോദ്യം ഇവിടെ ഇപ്പൊ കിട്ടി. ഒരു വാക്സിനെ കുറിച്ചുള്ളതായിരുന്നു ചോദ്യം എന്ന് പറയുന്നത്. വാക്സിനായിരുന്നു ചോദ്യം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചിക്കുൻ ഗുനിയക്കെതിരായിട്ട് ലോകത്തിൽ ആദ്യമായിട്ട് വികസിപ്പിച്ച ഒരു വാക്സിൻ ഉണ്ട്. അത് ഏതാണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ഇത്രയും പഠിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാതെ പോയി കഴിഞ്ഞാൽ അതെന്താണ്, അത് ഒരു മോശമല്ലേ. ഓക്കെ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്, ചിക്കുൻ ഗുനിയക്കെതിരായിട്ട് ലോകത്തിൽ ആദ്യമായിട്ട് വികസിപ്പിച്ച വാക്സിൻ ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.